നമസ്കാരം. 0 മുതൽ 360 വരെയുള്ള 12 രാശികൾക്കിടയിൽ 27 നക്ഷത്രങ്ങളാണ്. അവരുടെ ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. മേടരാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം, അവർക്കിപ്പോൾ കാലഘട്ടം അത്ര സുഖകരമല്ല. മുട്ടുവേദന, ജോയിൻറ്റ് പെയിൻ പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മരുന്ന് ഫലിക്കും. ക്ഷോഭം കുറയ്ക്കണം. പരമശിവനാണ് ഭരിക്കുക. സന്തോഷമുണ്ടാകും. ഇടവരാശിയിലുള്ളത് 3/4 ഭാഗം കാർത്തികയും രോഹിണിയും മകയിലും 1-2 പാദങ്ങളുമാണ്. അവർക്ക് 100% ശുഭകാലമാണ്. കല്യാണ കാര്യങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന വിവാഹകാര്യങ്ങൾ, പരീക്ഷാ വിജയം, ജോലി, നാട്ടിലും വിദേശത്തും അവസരങ്ങൾ ധാരാളമായി ഉണ്ടാകും. അതുകൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്യുകയും എടുത്തുചാട്ടം കുറയ്ക്കുകയും ചെയ്താൽ മാത്രം മതി. പരിപഠനത്തിന് പോകുന്നവർ ഒക്കെ ഒരല്പം കഠിനമായി അധ്വാനിച്ചാൽ വളരെ വിജയമാണ്. 80% മാർക്കുണ്ടാകും. എവിടെയും സീറ്റ് ഉണ്ടാകും. മിഥുനക്കൂറിലെ 3-4 പാദങ്ങളായ മകയിരം, തിരുവാതിര, ഉണർന്ന 1-2-3 ഭാഗമാണ്. ഇവർക്കും ഈ കാലഘട്ടത്തിൽ ശുഭകാര്യങ്ങളാണ്. കഴുത്തിന് തൈറോയിഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് വിശ്രമം ആവശ്യമാണ്. മരുന്ന് കഴിക്കണം. ശുഭകാര്യങ്ങളെല്ലാം തന്നെ നടക്കും. ഭാഗ്യം, അനുഭവം ഉണ്ടാകും. അടുത്ത കർക്കിടകക്കുറ, അതിൽ പുണരത്തിലെ 4-ാം പാദം, പൂയ, ആയില്യം. അവർക്ക് അത്ര കണ്ട് നല്ല സമയം അല്ല. പൊതുവെ വ്യാഴം നേരത്തെ കൂടെയായിരുന്നു. ഇപ്പോൾ അത് ാണുള്ളത്. ആശ്വാസകരമാണ്. പൊതുവെ കഠിനാധ്വാനികളാണ്, ദൈവവിശ്വാസികളാണ്, ദേവാനുഗ്രഹം ഉള്ളവരാണ്. അവർക്കും നല്ല കാലമാണ്. അങ്ങനെ പൊതുവെ നല്ലതല്ല. ചില ദൈവവിശ്വാസത്തിൻ്റെയും വ്രതത്തിൻ്റെയും കാര്യത്തിൽ നല്ല അനുഭവങ്ങളുണ്ടാകും. ചിങ്ങം, മകം, പൂരം, ഉത്രം 1-ാം പാദം. ഇവർക്ക് സമ്മിശ്ര ഫലമാണ്. ഭാഗ്യക്കേടൊന്നുമില്ല. പുറകിൽ വിവാഹം, ജോലി, കലാജീവിതം, കലാപ്രവർത്തനം, സിനിമ ഉൾപ്പെടെ അതിനെല്ലാം പച്ചക്കൊടിയാണ്. ഓം നമഃശിവായ പറയുക. സൂര്യക്ഷേത്രമാണത്. സൂര്യ ഇപ്പോൾ പലരും അത് ചെയ്യാറില്ല. എങ്കിലും സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ ഉടവയർ ഉൾപ്പെടെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ മാറിക്കിട്ടും. കന്നി, 3-4 പാദം, 2-3-4 പാദമാണ് ഉത്രത്തിൻ്റേത്. അത്തം, ചിത്തിര 1-2 പാദമാണ് കന്നി. കന്നിക്കാർക്കും ഈ കാലഘട്ടം സമ്മിശ്ര ഫലമാണ്. അതുകൊണ്ട് പ്രധാനമായും ഒരേ കാര്യം തന്നെ പല ആവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നാം. അവർക്കും എന്താണ് സംഭവം? ക്ഷോഭം കുറയ്ക്കുക, മൗനവ്രതം പാലിക്കുക. അത് അവർക്ക് വലിയ നേട്ടമുണ്ടാകും. പരീക്ഷാ വിജയം അവർക്കൊപ്പമുണ്ട്. ക്ഷോഭം കുറയ്ക്കണം, അധ്വാനിക്കണം. 3-4 പാദങ്ങൾ ചിത്തിര, ചോതി, വിശാഖം 1-2-3 പാദങ്ങൾ. ഇതാണ് തുലാക്കൂർ. തുലാത്തിൻ്റെ അടയാളം അറിയാമല്ലോ. ചിഹ്നം ത്രാസാണ്. ഉയർച്ച താഴ്ചകൾ നേരത്തെ കൂടുതലുണ്ടായി എങ്കിൽ അത് കൂടി ഇപ്പോൾ ഉയർച്ചയിലേക്ക് വരും. നല്ല സമയമാണ്. എന്താണ് കാരണം? പ്രധാനമായും 6-ൽ ശനി നിൽക്കുകയാണ്. അതല്ലാതെ യമണ്ടൻ കണ്ടഹൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. 6-ാം ഭാവത്തിലെ ശനി ഭാഗ്യദായകമാണ്. 9-ാം ഭാവത്തിലെ വ്യാഴം അതീവ ഭാഗ്യമാണ്. വളരെ പ്രതീക്ഷിക്കാം. വസ്തുഭാഗ്യത്തിൽ കിട്ടാം, തർക്കിക്കാതെ തന്നെ കിട്ടാം. വിവാഹം നടക്കാം. നിങ്ങൾ മുൻകൈ എടുത്താണ് നടക്കുന്ന വിവാഹങ്ങളുടെ കുടുംബത്തിൽ വിദേശയാത്രകൾക്ക് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പോകാം. അങ്ങനെ അനേകം ഗുണഗണങ്ങൾ തുലാക്കൂറുകാർക്കുണ്ട്. വൃശ്ചികക്കാർ, വിശാഖം 4-ാം പാദം, അനിഴം, കേട്ട. ആ ഭാഗത്ത് വരുന്നതും
പിന്നെ പൊക്കിളിന് ഭാഗത്തും പൊക്കിളിന് താഴെയുള്ള ഭാഗത്തും മുട്ടിലും ഒക്കെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. അല്ലാതെ സമ്മിശ്ര ഫലങ്ങൾ, പ്രത്യേകിച്ച് കേട്ടയ്ക്ക് എടുത്തിയാട്ടം കുറയ്ക്കണം. അവർക്ക് മുന്നോട്ട് പോകാൻ കുറേ കൂടി ശാന്തതയും സൗമനസ്യവും ഭാഗ്യവും കിട്ടാം. ധനു മൂലം പൂരാടം ഉത്രാടം 1-ാം പാദമാണ്. അതിൻ്റെ 4-ലാണ് ശനി. 7-ൽ വേഴം നിൽക്കുകയാണ്. അപ്പോൾ 4 അമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല എങ്കിൽ അമ്മയെ കൂടുതൽ ശ്രദ്ധിക്കണം, മരുന്ന് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്കും നാളെ അമ്മയാകുന്നവരും മറ്റ് ജോലിക്ക് പോകുന്നവരുമായ ആളുകളാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിലും ചില ദോഷങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഹനുമാൻ സ്വാമിയെ പിടിച്ചോളുക, നന്നായിരിക്കും, ശുഭം ഉണ്ടാകും. അടുത്തത് മകരത്തിൽ ഉത്രാടം 2, 3, 4 പാദങ്ങളും തിരുവോണം അവിട്ടം 1, 2 പാദങ്ങളുമാണ്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയിലുള്ള കുറച്ച് സമയം അത് അഭിജിത്താണ്. ചിലർ പറയും ഞാൻ ഉത്രാടത്തിൽ ജനിച്ചു, അവനും ഉത്രാടത്തിൽ ജനിച്ചു, അവന് കയറ്റം, എനിക്ക് അത്ര വലിയ കയറ്റമൊന്നുമില്ല. എന്താണ് കാരണം? ഉത്രാടം കഴിഞ്ഞ് തിരുവോണത്തിൽ നിൽക്കുന്ന ആ ഇടത്തിൽ ഉള്ള അഭിജിത്തിലാണ് അയാൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഉയർച്ചയേ ഉള്ളൂ. നമ്മളത് കണക്കാക്കുന്നത് ഒരു വലിയ മുഹൂർത്തമായിട്ടാണ്. അതും അയാൾക്ക് ബാധകമാണ്. അയാൾക്ക് ഏത് കാര്യവും വളരെ സമാധാനമായി സ്വഭാവം നിലനിർത്തി മുന്നോട്ട് പോയാൽ വൻപിച്ച നേട്ടമാണ് ആ രാശിക്കാർക്ക് മകരത്തിനുണ്ടാവുക. എന്നാലും മുട്ടുവേദന, ജോയിൻ്റ് പെയിൻ ഇതൊക്കെ ഉണ്ടാകാം, മരുന്ന് ഫലിക്കും.